ഏകദേശം ഒരു 8 മാസത്തിന് ശേഷമാണ് മമ്മൂക്കയുടെ ആയിട്ട് ഒരു സിനിമ റിലീസ് ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകരും ഫാൻസും എല്ലാം ഒരുപോലെ എക്സൈറ്റഡ് ആയിട്ട് ഒരു മമ്മൂക്ക സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ രാവിലെ 9:30 ഷോ ആണ് കണ്ടത്. ആലപ്പുഴ ഫാൻ സിനിമാസിൽ നിന്നാണ് കണ്ടത്. സോ വളരെ സൈലന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഗിമിക്കുകളൊന്നും ഇല്ലാതെ നോർമലായിട്ട് തുടങ്ങിയ ഒരു സിനിമ. തുടക്കത്തിൽ തന്നെ മമ്മൂക്കായി കാണിക്കുന്ന ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത സീൻ മുതലാണ് സിനിമ ചേഞ്ച് ആകുന്നത്. അപ്പൊ സിനിമ തുടങ്ങുന്ന പോലെ തീരുന്ന വരെ ഓരോരോ ഫേസസ് ആയിട്ട് സസ്പെൻസസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ സസ്പെൻസസ് ഒക്കെ കുറെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. അതൊക്കെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി, ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഏകദേശം അതുപോലെ ആ റൂട്ടിൽ തന്നെയാണ് സിനിമ പോയത്. വളരെ നീറ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ. എനിക്ക് പൊതുവെ ഇങ്ങനെ ഹൊറർ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ, സൈക്കോപാത്ത് അങ്ങനെയുള്ള സിനിമകളൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു ജോണറിനോട് വലിയ അത്രയും താല്പര്യമില്ല. ഈ സിനിമ കാണാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടാകും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ആക്ടിംഗ് ആണ്. അത് കാണാനാണ് ഞാൻ പോയത്. ആ കാര്യത്തിൽ എനിക്ക് പരിപൂർണ്ണ തൃപ്തിയാണ്. അതറിയാലോ, മമ്മൂക്കയാണ്. പുള്ളി ഓരോ സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കില്ല, ആ കഥാപാത്രത്തെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് അങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. അതെങ്ങനെ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഈ സിനിമയിലും സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രത്തെ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു മമ്മൂക്ക ടച്ച് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിനായിട്ടുള്ള അറിയാലോ, അദ്ദേഹം ഏതൊരു കഥാപാത്രം ചെയ്താലും ആ കഥാപാത്രമായിട്ട് മാറുന്ന ആളാണ്. അല്ല ആ കഥാപാത്രത്തെ തന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരാളല്ല. സെയിം സാധനം തന്നെ ഇതിനകത്ത്. അതിപ്പോ കൊടുവൻകൂറ്റി ആയാലും മുന്നറിയിപ്പിലെ രാഘവനായാലും പുള്ളിയുടെ ഏത് സിനിമയായാലും, രാജമാണിക്യമായാലും ഏത് സിനിമയായാലും കഥാപാത്രം സ്ക്രിപ്റ്റിൽ എന്താണുള്ളത് ആ കഥാപാത്രമായിട്ട് മാറുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻസിനും കൊടുക്കുന്ന എക്സ്പ്രഷൻസ്, റിയാക്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പറയേണ്ട ആളാണ് വിനായകൻ. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ടാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അല്ലാതെ എക്സ്ട്രീമായിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ലത്. വളരെ സറ്റിൽ ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് തുടക്കം മുതൽ ഏകദേശം അവസാനം വരെ വിനായകൻ പോകുന്നത്. പിന്നെ അവസാനം ഒക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്താണെന്ന് നമുക്ക് ടോട്ടലി ഒന്ന് പിടികിട്ടും. ബിജു ഗോപൻ, ഗിവിൻ ഗോപിനാഥ്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പിന്നെ പറയേണ്ട കാര്യം ആക്ട്രസ് ആണ്. ഒരു ലോഡ് ആക്ട്രസസ് ഈ സിനിമയിലുണ്ട്. കാരണം കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം ആക്ട്രസസ് പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വന്നു പോകുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ആളുകൾ ഇതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് വന്നു പോകുന്നുണ്ട്. മലയാളത്തിൽ ഒരുപാട് സൈക്കോപാത്ത് ലെവൽ മൂവീസ് വന്നിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് അങ്ങനെ ഒന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. നമുക്ക് ഒന്നിന്റെയും കോപ്പിയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വേറൊരു രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2005 കാലഘട്ടമാണ്. 2005 to 2009 വരെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. സ്മാർട്ട് ഫോൺ ഒന്നും അങ്ങനെ വന്നിട്ടില്ലാത്ത. പിന്നെ അതിനകത്ത് ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, TV, ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അങ്ങനെയുള്ള ടോട്ടലി എല്ലാ കാര്യങ്ങളും നോക്കുക 2005 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ 2005 കാലഘട്ടം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥയിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും ഇന്നത്തെ കാലത്തിൽ കറന്റ് സിറ്റുവേഷനിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തെളിയിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്കറിയാം 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ സൈനൈഡ് മോഹൻ അല്ലെങ്കിൽ മോഹൻകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പം ആ സെയിം ക്യാരക്ടറിനെ അല്ല ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നതെങ്കിലും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണെന്ന് നമുക്ക് പറയാം. സോ അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറക്കി പാസ്റ്റിലേക്ക് പ്ലേസ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം ടെക്നോളജി വളർന്നിട്ടില്ല, ഇപ്പം കാര്യങ്ങളൊന്നും അത്രയും ഡിജിറ്റലൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കഥയ്ക്ക് നല്ല വിശ്വാസ്യത കിട്ടും. കഥ പ്ലേസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് ഒരു 2005 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. അതുപോലെ കഥ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൽ നിന്ന് തെക്കൻ പ്രദേശങ്ങൾ, തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് കഥ നടക്കുന്നത്. അതായത് നെയ്യാറ്റിൻകര അടുത്തുള്ള അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം, തിരുവനന്തപുരം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തക്കല, നാഗർകോവിൽ, തിരുനെൽവേലി, അപ്പൊ ആ ഒരു പ്രദേശത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പം സിനിമയിലുടനീളം നല്ല രീതിയിൽ തമിഴ് ടച്ച് നല്ല രീതിയിൽ വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രം ഒരു തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള മലയാളിയാണ്. അതായത് അദ്ദേഹം നല്ലപോലെ മലയാളം പറയുമെങ്കിലും തമിഴ്നാട് ബോർഡറിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം അവർ മലയാളികളായിരിക്കും. പക്ഷെ ഒരു ബോർഡറിന്റെ ഒരു വരയുടെ അപ്പുറം കൊണ്ട് അവർ ചിലപ്പം തമിഴ്നാടിന്റെ അതിർത്തിയിലായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് മമ്മൂക്ക ഉപയോഗിക്കുന്ന ട്രിവാൻഡ്രം സ്ലാങ് ആണ്. ഒരു മനുഷ്യൻ തന്നെ ട്രിവാൻഡ്രം സ്ലാങ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ 2 രീതിയിൽ ഉപയോഗിക്കാം എന്ന് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് രാജമാണിക്യത്തിലും അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ രാജമാണിക്യത്തിലെ അദ്ദേഹത്തിന്റെ സ്ലാങ്ങും ഇതിനകത്തെ ഈ ഒരു സിനിമയിലെ കളങ്കാവിലെ സ്ലാങ്ങും 2 ഡിഫറെന്റ് പോൾസിലാണ്. രാജമാണിക്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള എന്തിനടേ തള്ളേ പിള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ട്രിവാൻഡ്രം സ്ലാങ് ആണ്. അപ്പൊ എന്റെ പരിചയത്തിൽ ആരും അത്രയും എക്സ്ട്രാ ഇതായിട്ട് ട്രിവാൻഡ്രം സ്ലാങ്
ഇപ്പൊ അങ്ങനെയൊന്നും ആരും സംസാരിക്കാറില്ല. കുറച്ചുകൂടെ സറ്റിൽ ആയിട്ടുള്ള ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ട്രിവാൻഡ്രം സ്ലാങ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. നീ ഒന്ന് പോയാൽ, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് ആളുകളോട് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ ഇവരുമായിട്ട് ഇടപഴകി ഈ സ്ലാങ് വളരെ കൃത്യമായിട്ട് എല്ലാവരുടെയും കിട്ടും. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഒരു സ്ലാങ് ആണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ലാങ് കൃത്യമായിട്ട് പിടിച്ച് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്യാന്ന് പറയുന്നത്. അത് വളരെ സെറ്റിലായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് ആണ്. അപ്പൊ അദ്ദേഹം എനിക്കൊന്ന് കുറുപ്പ് സിനിമയുടെ റൈറ്റർ ആണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറാണ് കളം കാവൽ എന്ന് പറയുന്നത്. സോ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നല്ല ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ബ്രോ, നല്ല രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. ബാക്കി ടെക്നിക്കൽ ടീമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കമ്പോസർ മുജീബ് മജീദ് ആണ്. രേഖാചിത്രം, കിഷ്കിന്ദ കണ്ണം, ഇതൊക്കെ അദ്ദേഹമാണ് ചെയ്തതാണെന്ന് നമുക്ക് IMDb എന്ന് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ഫൈസൽ അലിയാണ്. പ്രവീൺ പ്രഭാകരനാണ് എഡിറ്റർ. അപ്പം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്കൊന്നും മോശം പറയാനില്ല, എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കാണണോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഒരു വെറൈറ്റി സാധനമാണ് ഈ സിനിമയിലുള്ളത്. ആ ഒരു വില്ലനിസം ഒക്കെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെ ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോപാത്ത് ത്രില്ലേഴ്സ് ഒന്നും അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത, എനിക്ക് പോലും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് കളങ്കാവൽ. സോ അതൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. നല്ലൊരു സിനിമയാണ്.